അപ്പോൾ ഇന്ന് നമുക്ക് മുട്ട ചുരുട്ട് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തക്കാളിയും കുറച്ച് സവാളയും കൂടെ അരിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. അതിനൊരു 3 വിസിലെങ്കിലും കേൾക്കണം. പരിപ്പൊന്ന് വെന്ത് വരണം. എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും മസാലയൊക്കെ ഒന്ന് വറുത്തരയ്ക്കാനുണ്ട്. അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. അതിലേക്ക് നമുക്ക് ഇച്ചിരി പട്ട ഇട്ട് കൊടുക്കാം, ഗ്രാമ്പൂ, പെരുംജീരകം, കസ്കസ്, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി അതെല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിലും മല്ലിയിലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്താൽ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം. നമുക്ക് തേങ്ങ ഒന്ന് നല്ലോണം ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കണം. അതേപോലെയാണ് അതിൻ്റെ ഉള്ളി ഒരു ഗ്ലാസ് പോലെ ആവണം. ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആവും അതിൻ്റെ ഓരോ ആ പരുവെത്തുന്ന വരെ അത് വറുത്തതിന് ശേഷം അതിലേക്ക് കാശ്മീരി മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് വീണ്ടും അതൊന്ന് വറുത്തെടുക്കണം. ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ. പിന്നെ ഞാൻ ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. ഇത് ശരിക്കും ആദ്യം ഇടണേ, മസാല ഇടുന്നതിന് മുമ്പ് ഇടേണ്ടതാണ്. കുരുമുളകും കൂടെ ഇട്ട് അത് വറുത്തെടുത്ത് തണുക്കാൻ വയ്ക്കാം. ആ സമയത്ത് നമുക്ക് മുട്ടയൊന്ന് ഓംലെറ്റ് ആക്കി എടുക്കണം. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് കുഞ്ഞിതാക്കിയിട്ടരിഞ്ഞ സവാളയും പിന്നെ എത്ര മുട്ട വേണോ അത്രയും മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് എടുക്കണം. എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ മുട്ടയുടെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിങ്ങനെ ഒരുപാട് ഹൈ ഫ്ലെയിം വെക്കരുത്. അടിഭാഗം ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ പയ്യെ ചുരുട്ടി തുടങ്ങണം കേട്ടോ. എന്നാലാണ് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുകയുള്ളൂ. ഞാൻ നേരത്തെ ഒരെണ്ണമുണ്ടാക്കി ഫ്ലോപ്പായി പോയതാണ്, എൻ്റെ രണ്ടാമത്തെയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആണെങ്കിലാണ് കറക്റ്റ് ചുരുണ്ട് വരുള്ളൂ. എന്നിട്ട് അത് നല്ല പീസാക്കി എടുക്കാം. അപ്പോൾ 2 മുട്ടയും നമുക്ക് ഇഷ്ടം പോലെ പീസുകൾ കിട്ടും. എന്നിട്ട് നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിട്ടുള്ള ആ മസാലയുടെ മിക്സ് എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഇട്ട് അത് നല്ലോണം അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും തക്കാളിയും സവാളയും എടുത്ത് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഒഴിച്ച് നല്ലോണം ഇളക്കിയെടുക്കാം. ഒരു അടിപൊളി സ്മെല്ല് വരും കേട്ടോ. അപ്പം തന്നെ എടുത്ത് നമുക്ക് കഴിക്കാൻ തോന്നും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചുരുട്ടി വെച്ചിട്ടുള്ള മുട്ടയും ഓംലെറ്റ് അതും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തിള വരുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ സാധാ മുട്ടക്കറി കഴിച്ച് മടുത്തുണ്ടാവുമല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന്